താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം ജനുവരി 2 മുതൽ 13 വരെ ആഘോഷിക്കും. അകവൂർ മനയിലെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെ തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കുന്നതോടെ നടത്തുറപ്പ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രാരംഭ ചടങ്ങുകൾ ഏതാണ്ട് ഒരു 95% വർക്കുകളും തീർത്ത് അവസാന മിനുക്കുമണിയിൽ നിൽക്കുന്ന സമയമാണ്. എല്ലാ ട്രസ്റ്റ് മെമ്പർമാരും ജീവനക്കാരും എന്തിനു ഈ നാട്ടിലെ എല്ലാവരും ഈ ജനുവരി 2 വൈകിട്ട് 8 മണിക്ക് തുറക്കുന്ന നടതുറപ്പ് മഹോത്സവത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മുടെ ഷോപ്പിംഗ് ഏരിയയിൽ കച്ചവടക്കാർ ഒരാഴ്ച തന്നെ മുമ്പ് വന്ന് അവരുടെ സ്റ്റാളുകൾ കെട്ടുകയും നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാർ ഈ പ്രദേശത്ത് വന്ന് ഇവിടുത്തെ ഒരുക്കങ്ങൾ വിലയിരുത്തുകയും നമ്മുടെ ഭക്തജനങ്ങൾക്ക് വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ തങ്ങുന്നവർക്ക് കുളിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഈ പുഴയിൽ അവർ കടവ് ശരിയാക്കി മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹകരണം വളരെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇവിടെ വന്ന് അന്വേഷിക്കുകയും വരുന്ന ദിവസം SP ഓഫീസിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മീറ്റിംഗ് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3:30 വരെ പ്രസാദ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. തിരുവാഭരണ ഘോഷയാത്ര ക്ഷേത്രത്തിൽ പ്രവേശിച്ച ശേഷം രാത്രി 8-ന് പ്രത്യേക ആചാരങ്ങളോടെയാണ് നട തുറക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 4 മുതൽ രാത്രി 9 വരെ ദർശനത്തിനായി ക്ഷേത്രനട തുറന്നിരിക്കും. ഭക്തർക്ക് ദർശനത്തിനായി ക്യൂ നിൽക്കുന്നതിനായി 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വഴിപാടുകളായ പട്ട്, പുടവ, ഇണപ്പുടവ, താലി, തൊട്ടിൽ, വാൽക്കണ്ണാടി തുടങ്ങിയവ ദേവിക്ക് സമർപ്പിക്കുന്നതിനും പുഷ്പാഞ്ജലികൾ, ധാര തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനും ക്യൂവിൽ തന്നെ കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ക്യൂ കൂടാതെ മുൻകൂട്ടി ദർശന ദിവസവും സമയവും ബുക്ക് ചെയ്ത് തിരക്കൊഴിവാക്കി ദർശനം നടത്തുന്നതിന് വെർച്വൽ ക്യൂ സംവിധാനവും തയ്യാറാക്കിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തജനങ്ങൾക്കാവശ്യമായ സഹായങ്ങൾ നൽകുന്നതിനുമായി പോലീസ് സേനയ്ക്കു പുറമെ പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡുകളും വളണ്ടിയർമാരും രംഗത്തുണ്ടാകും. എല്ലാ ദിവസവും അന്നദാനത്തിനായി വിപുലമായ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. KSRTC ആലുവ, പെരുമ്പാവൂർ, അങ്കമാലി, ചാലക്കുടി ഡിപ്പോകളിൽ നിന്ന് ക്ഷേത്രങ്ങളിലേക്ക് സ്പെഷ്യൽ ബസ് സർവീസുകൾ നടത്തും. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഉണ്ടാകും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള സഹകരണം നമുക്കുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലുവ പാലസിൽ വച്ച് കൂടിയ മീറ്റിങ്ങിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഏകോപിച്ച് വേണ്ട നിർദ്ദേശം നടക്കുകയും അവരുടെ എല്ലാവരുടെയും അകമൊഴിഞ്ഞ സഹകരണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പന്തൽ ഏതാണ്ട് 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള പന്തലാണ്. ആ പന്തലിൽ ഫസ്റ്റ് എയ്ഡ് സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ കുടിവെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കാനുള്ള വാളണ്ടിയർമാർ സജ്ജമാണ്. അത്യാവശ്യം കുട്ടികൾക്കും മറ്റു ഇതുണ്ടെങ്കിൽ കുടിവെള്ളവും ബിസ്ക്കറ്റും മറ്റു അങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ കിടക്കുന്ന റോഡായ കാരണം PWDക്ക് റോഡ് ഏറ്റെടുക്കാനുള്ള സർക്കാരിൻ്റെ നയം അനുസരിച്ച് അങ്ങനെ ഒരു ഇതില്ല. സാധാരണ പഞ്ചായത്ത് റോഡുകൾ നന്നാക്കേണ്ടത് പഞ്ചായത്തോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. നമ്മളിത് കാലാകാലമായിട്ട് തിരുവൈരാണിക്കുളത്തെ നടതുറപ്പ് മാത്രമല്ല, ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഈ വഴിയിൽ കൂടെ
ഏറ്റവും എളുപ്പമാർഗമാണ് നമ്മുടെ എയർപോർട്ടിലേക്ക് വരാൻ. പക്ഷെ നമ്മൾ ഈ അധികാരികളോടൊക്കെ പറയുമ്പോൾ അതിനൊരു പുറം തിരിഞ്ഞിരിക്കുന്ന ഒരു സമീപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് കരുതിയാണ് ഞങ്ങൾ ഈ തവണ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഇവിടെ പുതുതായി ചാർജ് എടുത്തപ്പോൾ അവരെ പോയി കണ്ടാണ് ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ച് ഇന്നിപ്പോൾ ഇത്രയും നിലയിലേക്ക് എത്തിയത്. പ്രസിഡന്റ് എ മോഹൻകുമാർ, വൈസ് പ്രസിഡന്റ് പി കെ നന്ദകുമാർ, സെക്രട്ടറി മോഹനൻ എൻ, പബ്ലിസിറ്റി കൺവീനർ MS അശോകൻ, മാനേജർ MK കലാധരൻ, മറ്റ് ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുവാൻ അതിവിപുലമായ രീതിയിലുള്ള പാർക്കിംഗ് സംവിധാനം ക്ഷേത്ര ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട്. തന്നെയുമല്ല, കേരളത്തിൻ്റെ വിവിധ ട്രാൻസ്പോർട്ട് ഡിപ്പോകളിൽ നിന്നും BTC മുഖാന്തരം ഏകദേശം ഒരു 300 വണ്ടികളാണ് ഈ കുറി വരാൻ തയ്യാറെടുത്തിരിക്കുന്നത്.